നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ ചുരി ബോട്ടം സ്റ്റിച്ചിങ് ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ചുരി ബോട്ടം കട്ടിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ തിയറി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ താഴെ ചുരി ബോട്ടം കട്ടിങ്ങിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചുരി ബോട്ടം കട്ടിങ് വീഡിയോ കുറേ ആൾക്കാർ കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏത് വീഡിയോ ആണോ പുതുതായിട്ട് ഇടുന്നത് അത് നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരികയും പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒരു തിയറി പാർട്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതിക്ക് മുമ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ എൻ്റെ ലിങ്കിൽ കയറുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അപ്പോൾ ഞാനിപ്പോൾ നേരെ ഇതിലേക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്രയും പീസസാണ് ചുരി ബോട്ടത്തിന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊരു 3 പീസ് തുണി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തായിരുന്നു. അത് വള്ളി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് നേരെ മാറ്റി വെക്കുകയാണ്. നമുക്കിത് അവസാനം മതി. പിന്നെ ഈ 2 പീസ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് തുണി കുറവായിരുന്നു. ഈ തുണി കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിക്ക് മുമ്പ് തന്നെ കുറച്ച് തുണി കുറവായിരുന്നു. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള പീസാണ്. നമുക്കിതും മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ സീറ്റ് പീസ് നമ്മൾ 2 എണ്ണം എടുത്തായിരുന്നു. അപ്പോൾ ഇതിനും കുറച്ച് തുണി കുറവായിരുന്നുകൊണ്ട് നമ്മൾ ഇവിടെ 2-3 തുണി കൊണ്ട് ജോയിൻ ചെയ്തിട്ടാണ് സീറ്റ് പീസ് എടുത്തത്. നമുക്ക് ആദ്യം തന്നെ ഈ സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ 2 പാൻറ്റിൻ്റെ പീസും നമ്മൾ മാറ്റി വെച്ചു. നേരെ നമുക്ക് സീറ്റ് പീസിലേക്ക് പ്രവേശിക്കാം. അതിക്ക് മുമ്പ് തന്നെ നമുക്ക് ആദ്യമേ ഈ ഒരു അടിപ്പ് അടിച്ചെടുക്കാം. ഞാൻ കഴിഞ്ഞ കട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ അടിപ്പ് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാൻ നേരത്തെ ചെയ്താൽ മതി. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വെറുതെ ഒരടി അടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ഇതൊന്ന് വെച്ചടിക്കാം. വെച്ചടിക്കുമ്പോൾ തുണി നല്ല സ്റ്റിഫായി കിട്ടും. ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഇത് വെച്ചടിക്കുകയാണ്. വെച്ചടിച്ചു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ പീസും വെച്ചടിക്കാം. നമ്മൾ ഈ 2 പീസിൻ്റെയും തുണി ഇതേപോലെ 2 പീസിൽ ഞാൻ അടിച്ചെടുത്തു. ഇനി നമുക്ക് നേരെ ഇത് 2ഉം കൂടി കൂട്ടി തയ്ക്കാം. ഈ 2 പീസും നല്ല വശവും വെച്ചിട്ട് ഇത് 2ഉം കൂടി ഒറ്റ പീസാക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് ഇത് 2ഉം ഞാൻ അടിക്കുകയാണ്. ഇത് 2ഉം അടിച്ചു. ഇനി ഇതേപോലെ ഇത് മറച്ച് വെച്ചിട്ട് ഒന്നും കൂടി പതിച്ചടിക്കാം. തുണി നല്ല സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ 2 അടിപ്പ് നമ്മൾ ഈ തയ്ച്ച ഈ 2 അടിപ്പ് നമ്മൾ അടിക്കാൻ പോകുന്ന ഭാഗത്ത് വേണം കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് നിഴൽ കാണാൻ പറ്റും. ഈ അടിപ്പിൻ്റെ നിഴൽ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ പുറത്ത് കൂടിയിട്ട് അടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 2 സീറ്റിൻ്റെ ഈ 2 പീസ് ഒറ്റ പീസാക്കി നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അടിക്കാനുള്ളത് ഈ 2 അറ്റം
ഇങ്ങനെ മടക്കി ഈ അറ്റം അടിക്കണമെന്നില്ല. ഇതിപ്പോൾ തേര് വശമായതുകൊണ്ട് നമുക്ക് ഈ വശം അടിക്കണ്ട. ഈ വശത്ത് തേരില്ലാത്തത് കൊണ്ട് ഒരു 1/4 ഇഞ്ച് മടക്കി നമുക്കിതിങ്ങനെ അടിച്ചു കൊടുക്കാം. തുണി അറ്റത്തുനിന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ, അതുപോലെ തന്നെ തുണിക്കൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് അടിക്കുന്നത്. അടിച്ചു. നമ്മൾ നേരെ വള്ളി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് മടക്കി തയ്ക്കുകയാണ്. 1.5 ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് മടക്കി നമ്മൾ വള്ളി കയറ്റാനുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ വശം ഇതായിപ്പോകും. നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ്. രണ്ടറ്റവും മടക്കി ഇതേപോലെ വള്ളി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്ഥലവും മടക്കി സീറ്റ് വള്ളി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ 1.5 ഇഞ്ചിൽ അടിച്ചെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ വീതി കറക്റ്റാണോ, ഇവിടെയുള്ള വീതി കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സീറ്റ് കട്ടിങ്ങിൻ്റെ വീതി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച്, അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം സീറ്റ് വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച് 22 ഇഞ്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കുമുള്ള സീറ്റിൻ്റെ വീതി 21 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ 1 ഇഞ്ച് ഇവിടെ സൈഡിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂട്ടിയെടുത്തത്. അപ്പോൾ സീറ്റ് വിഡ്ത്ത് ശരിക്കും 21 ഇഞ്ചാണ്. നമുക്കതിന് ഇവിടെ 21 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 21.5 ഇഞ്ചുണ്ട്. 1/2 ഇഞ്ച് ഇവിടെ നമുക്ക് അടിച്ചു പോകാനും വേണം. ഉള്ളിൽ നമ്മൾ ഈ 2 തുണിയും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി വേണം. അപ്പോൾ ഇത് കറക്റ്റ് 21.5 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ നീളമാണ് നോക്കേണ്ടത്. നേരെ തുണി നമുക്ക് മടക്കിയിടാം. എന്നിട്ട് ഇതിൻ്റെ നീളം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുണി വളരെ ചെറുതാക്കി മടക്കിയിട്ടു. ഇനി തീറിയെടുക്കാം. സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ ശരിക്കുമുള്ള സീറ്റ് ലെങ്ത്ത് 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു 6.5 ഇഞ്ച് ഇത് വേണം. നമുക്കിത് 6.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. 6.5 ഇഞ്ചിൽ ഇപ്പോൾ ഇത് കൂടുതലുണ്ടാവും. നമ്മൾ തുണി ഇത്തിരി കൂടുതലായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതൊരു 8 ഇഞ്ചോളം ഉണ്ട്. നമുക്കിതിന് ഇത് കറക്റ്റ് 6.5 ഇഞ്ചിൽ കട്ട് ചെയ്യാം. 6.5 ഇഞ്ചിൽ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് സീറ്റ് നമ്മൾ അളന്ന് വെട്ടിക്കഴിഞ്ഞു. 6.5 ഇഞ്ച് വീതി, 6.5 ഇഞ്ച് 21 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലും ഇത് വെട്ടിയെടുത്തു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി പാൻറ്റിൻ്റെ പീസ് നിവർത്തി വെക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ കുറച്ച് ഭാഗം ഇല്ലായിരുന്നു, നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണിത് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ചിൽ അടിക്കാം. നമുക്കിത് ഒന്നുകൂടി മറിച്ചടിക്കാം.
എന്നിട്ടിത് നേരെ ലെവൽ ചെയ്ത് വെക്കാം. എന്നിട്ട് കറക്റ്റ് അളവിൽ നമുക്കിത് ബാക്കിയുള്ളത് വെട്ടിക്കളയാം. അപ്പോൾ നമ്മളില്ലാഞ്ഞ ഭാഗത്ത് പീസ് വെച്ച് പിടിപ്പിച്ചു. ഇതുപോലെ നമുക്കിനി മറ്റേ പീസിലും ഇതുപോലെ തന്നെ ചെയ്യാം. പീസ് നിവർത്തിയിട്ടിട്ട് സെയിം അതേപോലെ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെയും ഇതേപോലെ അടിച്ചെടുത്തു. ഇനി ഇതും കൂടി മടക്കിയിട്ടിട്ട് ഒരേ അളവിൽ ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. പീസും രണ്ട് കട്ട് പീസിലും ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ഈ പാൻറ്റിൻ്റെ പീസ് വിടർത്തിയിടാം. നമ്മളിവിടെ 2 പീസ് ജോയിൻ ചെയ്ത് കൊടുത്തായിരുന്നല്ലോ. അപ്പം നമ്മളത് 2 പീസിൻ്റെയും മറിച്ചടിച്ചിട്ടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിക്കാമെന്നായിരുന്നു പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ ഈ പീസ് 2 ഭാഗത്തും മറിച്ചടിക്കാം. നമ്മൾ 2 ഭാഗത്തും തുണി പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസിലും ഇതുപോലെ തന്നെ സെയിം നമുക്ക് അടിച്ചു കൊടുക്കാം. നേരെ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കലാണ്. സാധാരണ പാൻറ് തയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും കട്ടിക്ക് വെച്ചിട്ട് മടക്കി അടിക്കും, താഴെ ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചുരി ബോട്ടം അടിക്കുമ്പോൾ സാധാരണ നമ്മൾ 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് കാലിൻ്റെ അടിവശത്തേക്ക് പോകുന്നില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഏറ്റവും താഴെ മുട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തിരി കട്ടിക്ക് തയ്ക്കുന്നത്. പെട്ടെന്ന് പിഞ്ചിപ്പോവില്ല. പക്ഷെ ഇത് കാലിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകാത്തതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു 1/2 ഇഞ്ചിൽ അടിച്ചു. ഇനി ഇത് നേരെ ഇതേപോലെ തന്നെ മടക്കിയിട്ട് നമ്മൾ 1 ഇഞ്ചിൽ അടിച്ചു പോയാണ്. അതിക്ക് മുമ്പ് നമുക്ക് ഇവിടുത്തെ അളവൊന്ന് അളന്ന് ആ ഒരു മാർക്കിൽ അടിക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കാലിൻ്റെ താഴത്തെ വീതി 1/4 കാലിൻ്റെ വീതി പ്ലസ് 1 ഇഞ്ച്. ഞാനപ്പോൾ ഈ 6 ഇഞ്ചെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കുമുള്ള കാലിൻ്റെ വീതി 5 ഇഞ്ചാണ്. ഞാൻ പ്ലസ് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്താണ് ഇവിടെ 6 ഇഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കുമുള്ള വീതി 5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇത് 5 ഇഞ്ചിന് രേഖപ്പെടുത്താം. ഇഞ്ചിൽ ഇനി ഇതേ വീതിക്ക് തന്നെ നമുക്കിങ്ങോട്ട് അടിച്ചു പോരാം. നമ്മൾ എല്ലാ അളവും കറക്റ്റായിട്ട് അളന്നാണ് ഇത് വെട്ടിയിരിക്കുന്നത്. എല്ലാത്തിനും കൂടി നമ്മൾ 1 ഇഞ്ച് ഇപ്പോൾ താഴെ നിന്ന് കാലിൻ്റെ ഷേപ്പ് എടുത്തപ്പോൾ 10 ഇഞ്ചിൽ 4.25 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്, അതുപോലെ തന്നെ 5 ഇഞ്ച്, എല്ലാത്തിനും കൂടി നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പം ഇനി പ്രത്യേകിച്ച് അളക്കേണ്ട കാര്യമില്ല. ഈ ഒരു ലെവലിൽ തന്നെ അങ്ങ് അടിച്ച് പോന്നാൽ മതി. ഇതേ ഒരു
1 ഇഞ്ചിൽ തന്നെ നമുക്ക് മൊത്തം അടിക്കാം. എന്നിട്ട് നമുക്ക് അവസാനം ഈ 2 ജോയിൻറ്റിൻ്റെ ഈ അറ്റത്ത് കൊണ്ടുവന്ന് മുട്ടിക്കാം. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തുണി നമ്മൾ വിതുത്തുമ്പോൾ ഇങ്ങനെ തുറന്നു പോരും. അപ്പോൾ അവസാനം ഒരു കെട്ടിട്ട് കൊടുക്കണം. നമുക്കിനി ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഒന്നുകൂടി അടിച്ചു പോരാം. കെട്ടിടാൻ മറക്കരുത്. ഇതേ അളവിൽ തന്നെ നമുക്ക് അടിച്ചു പോരാം. അവസാനവും ഞാനൊരു കെട്ടിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഒരു പാൻറ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതേപോലെ കാലിൻ്റെ അടിയിൽ കറക്റ്റ് 5 ഇഞ്ചിൽ അളന്നിട്ട് ഞാൻ 1 ഇഞ്ച് വിട്ട് മൊത്തം ഞാൻ ഇതേപോലെ അടിച്ചു. ഇതിൻ്റെ അവസാനം ഈ 2 ഭാഗത്തിൻ്റെ ഈ അവസാനം കൊണ്ടുവന്ന് ഞാൻ കൂട്ടി മുട്ടിച്ചു. അവസാനം ഞാൻ ഒരു കെട്ട് വിട്ട് കൊടുത്തു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുണി തുറക്കുമ്പോൾ ഇത് വിട്ട് പോരും. അവസാനം ഞാൻ ഒരു കെട്ട് വിട്ട് കൊടുത്തു. നമുക്കിനി ഈ പീസ് മാറ്റി വെച്ചിട്ട് മറ്റേ പീസും ഇതേപോലെ അടിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ പീസിലും മറ്റേതിലടിച്ച പോലെ തന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇവിടെയും 5 ഇഞ്ചിൽ അളക്കാം. 5 ഇഞ്ചിൽ അളന്നു. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ താഴത്തേക്ക് തയ്ച്ചു പോവാം. അവസാനം കൊണ്ടുവന്ന് നമുക്കിത് ജോയിൻറ്റ് ചെയ്യാം.
രണ്ട് പാൻറ്റിൻ്റെ പീസും ഇങ്ങനെ തയ്ച്ചെടുത്തു. രണ്ട് പീസും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇതിങ്ങനെ വിടർത്തിയിടാം. ഇതിങ്ങനെ വിടർത്തിയിട്ടിട്ട് ഈ ഭാഗവും അതുപോലെ തന്നെ ഈ പാൻറ്റിൻ്റെ ഈ ഭാഗവും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം. ഇതിൻ്റെ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടി തയ്ക്കാം. ഇതിങ്ങനെ രണ്ടും നടുക്ക് വരത്തക്ക രീതിയിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ പിടിച്ചിട്ട് വേണം തുണി ഇങ്ങോട്ടേക്ക് എടുക്കാൻ. ഇനി ഇതാണ് തമ്മിൽ കൂട്ടി തയ്ക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരികയാണ്. നമ്മൾ തയ്ച്ച പാൻറ് ഇങ്ങനെ വിടർത്തിയിട്ടു. ഈ ഭാഗവും അതായത് ഇതിൻ്റെ ഈ ഭാഗമാണ്. ഈ ഭാഗവും അതുപോലെ തന്നെ മറ്റേ പാൻറ്റിൻ്റെ ഈ ഭാഗവും തമ്മിലാണ് നമ്മൾ ഇനി കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ പാൻറ് ഈ പീസിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ നിവർത്തി വെച്ചു. ഇതിങ്ങനെ നിവർത്തി വെച്ചു. അതിനുശേഷം ഈ പാൻറ്റിൻ്റെ ഈ ഭാഗവും നിവർത്തി പിടിക്കുക. എന്നിട്ട് ഇത് തമ്മിൽ നല്ല വശവും കൂടി കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് അറ്റത്തുനിന്ന് കൊണ്ടുവരാം. നമ്മൾ ഈ രണ്ട് കൂട്ടിമുട്ടിക്കുമ്പോൾ ഈ രണ്ട് ഭാഗവും ഒരേപോലെ വെച്ചില്ലെങ്കിൽ തുണി ഇവിടെ വ്യത്യാസം വരും. നമ്മളിപ്പോൾ ആദ്യമേ ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള പീസ് ഇതേപോലെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് തയ്ച്ചു പോരാൻ. നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ തയ്ച്ച ഈ ജോയിൻറ്റ് ഭാഗം ഈ 7/6 ആണ്. നമ്മൾ ബോട്ടം വെട്ടിയപ്പോൾ ഈ 7/6 ആണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ രണ്ട് പീസും തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുത്തു. ഈ പാൻറ്റിൻ്റെ ഈ പീസും അതുപോലെ തന്നെ ഈ പീസും തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചുരുക്കിടാം. അപ്പോൾ നമ്മുടെ പാൻറ് നമ്മൾ രണ്ട് പീസും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ വീതി ഒന്ന് നോക്കാം. ഇതിൻ്റെ വീതി 30 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നമുക്കപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ശരിക്കുമുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിനി ഇത് 21 ഇഞ്ചിലേക്ക് ഇതിനി ആക്കണം. അതിന് വേണ്ടി നമുക്കിവിടെ കുറച്ച് ചുരുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വശത്തും കുറച്ച് ചുരുക്കിട്ട് കൊടുക്കാം. ഞാൻ 3 ചുരുക്ക് വീതമാണ് ഓരോ സൈഡിലും ഇട്ട് കൊടുത്തിട്ടുള്ളത്.
3-4 ചുരുക്ക് ഇട്ടു. നമുക്കിനി ഇത് ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കാം. 21.5 ഇഞ്ച് ആയോ എന്ന് നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ 22.5 ഇഞ്ചുണ്ട്. നമുക്ക് 2-3 ചുരുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഓരോ സൈഡിലും ഒരു ചുരുക്ക് വീതവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 21.5 ഇഞ്ച് കറക്റ്റായി. നമുക്കിനി ഈ പീസിൽ സീറ്റ് പീസ് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുരിദാർ പൂർത്തിയാകും. ഇതും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ചുരിദാർ പൂർത്തിയാകും. നമുക്കതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്കുള്ള ഈ 2 ഭാഗവും തമ്മിൽ കൂട്ടിപ്പിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള 2 ഭാഗവും കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് ഈ സൈഡിൽ ഒരു വി പോലെ നമുക്ക് വെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഈ സൈഡിൽ വി പോലെ വെട്ടിക്കൊടുത്തു. ഞാൻ തയ്ക്കുന്ന പാൻറ്റിലൊക്കെ വള്ളി ഭാഗം വെച്ച് കൊടുക്കുന്നത് സൈഡിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വയറ് കൂടുതലുള്ള കുറേ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് നടുക്ക് വള്ളി കെട്ടുമ്പോൾ വയറിങ്ങനെ വീർത്ത് ആ വള്ളി നമ്മൾ 2 ലെയറൊക്കെ കെട്ടുമ്പോൾ വയറ് കുറച്ച് വീർത്തിരിക്കും. അപ്പോൾ ഈ സൈഡിൽ കെട്ടുകയാണെങ്കിൽ ആ വള്ളിയുടെ ആ ഭാഗങ്ങൾ നമ്മുടെ വയറിൻ്റെ അവിടെ വരില്ല. അപ്പോൾ സൈഡിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വള്ളി വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കറക്റ്റ് നടുക്ക് തുണി വെച്ചിട്ട് ഈ സൈഡിൻ്റെ കറക്റ്റ് അറ്റം ഞാൻ വെട്ടി എടുത്തത്. എന്നിട്ട് ഞാൻ നേരെ തുണി മറിച്ചെടുത്തു. എന്നിട്ട് ഈ പീസിൻ്റെ സീറ്റ് പീസിൻ്റെ ഈ ഒരറ്റം ഞാനിവിടെ വെച്ച് കൊടുത്തു. എന്നിട്ടിത് അടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ സീറ്റ് കറക്റ്റ് അളന്ന് ഇതിൻ്റെ നീളവും വീതിയും എല്ലാം ആദ്യമേ തന്നെ കറക്റ്റ് അളന്ന് വെട്ടി മാറ്റി വെച്ചതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇനി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കുമ്പോഴാണെങ്കിലും ആദ്യമേ തന്നെ കൈ ഭാഗം ഞാൻ വെട്ടി എല്ലാം തയ്ച്ച് അളന്ന് മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഷോൾഡറൊക്കെ കൂട്ടിയത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൈ പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചുരി ബോട്ടമാണെങ്കിലും പാട്ടിയാല പാൻറ് ആണെങ്കിലും എന്ത് തയ്ക്കുമ്പോഴാണെങ്കിലും ആദ്യമേ തന്നെ ഞാൻ സീറ്റ് പീസ് ആദ്യമേ തന്നെ അടിച്ച് മാറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇങ്ങോട്ട് പിടിപ്പിക്കാൻ പറ്റും.
നമുക്ക് എന്നിട്ട് ഈ പീസ് ഒന്നുകൂടി നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ചുരുക്ക് ഇവിടെ അഴിച്ചു കൊടുത്താൽ ഇത് കറക്റ്റ്, എത്ര നമ്മൾ അളവെടുത്താലും ചുരുക്കിട്ടേക്കണോണ്ട് ആ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ സീറ്റ് പീസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് 2 ചുരുക്ക് അഴിച്ച് കളയാം, എന്നിട്ട് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് ആയി. ചിലപ്പോൾ ചുരുക്ക് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 2 ചുരുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. സീറ്റ് പീസ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം, 2 ചുരുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് തുണി ലെവലാവും. ഇതിപ്പോൾ ചുരുക്ക് കൂടിപ്പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചുരുക്ക് അഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നേരെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കാം. രണ്ടും ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ടിത് ജോയിൻറ്റ് ചെയ്യാം. നമ്മുടെ ചുരി ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് വിടർത്തി എടുക്കാം. നമ്മളിപ്പോൾ തയ്ച്ച ചുരി ബോട്ടമാണിത്. നമ്മൾ 3 നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ടായിരുന്നു വള്ളി തയ്ക്കാൻ വേണ്ടി. നമുക്ക് ആദ്യം ഈ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. 3-4 അടി ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടിക്കാം. അത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്കിനി ഈ പീസും ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. വലിച്ചു നോക്കാം വിട്ടുപോകുന്നുണ്ടോയെന്ന്. നമുക്കിനി ഇത് സൈഡ് മടക്കി അടിച്ചെടുക്കാം. നേരിതായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം.
നമുക്കിനി വള്ളി പാൻറ്റിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിന്നെടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ വള്ളിയിൽ കുത്താം. എന്നിട്ട് വേണം ഇനി ഈ ഹോളിൽ കൂടി പിന്നെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇവിടെ പാൻറ്റിൻ്റെ വള്ളി നമ്മൾ കയറ്റിക്കഴിഞ്ഞു. ഇനി പിന്നെ ഊരി മാറ്റാം. രണ്ടും ഒരേ ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്കിത് ഇത്രയും പീസിൻ്റെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഒരേ ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിയിടാം. നമ്മുടെ ചുരി ബോട്ടം നമ്മൾ എല്ലാം തയ്ച്ച് കഴിഞ്ഞു. താഴത്തേക്കുള്ള ചുരിയുടെ ഇറക്കമാണിത്. ഈ പീസ് ഒട്ടും തന്നെ അറിയില്ല. ഇതിന് ചുരുങ്ങി കിടക്കുമ്പോൾ ഈ പീസ് അതിൻ്റെ ഇടയിൽ പൊയ്ക്കോളും. അതുപോലെ തന്നെ ആണ് നമ്മൾ വെച്ച് കൊടുത്ത ഈ രണ്ട് പീസും. സ്റ്റിച്ചിങ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത വീഡിയോ ബേബി ഫ്രോക്കാണ്. അംബ്രല്ല കട്ടിങ് ബേബി ഫ്രോക്കാണ്. താങ്ക് യു.